ഹലോ ഗായ്സ്, പൂണ്ടിയിലെ ഒന്നാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ സൈക്കിൾ എടുക്കുന്നത് അതിലേക്ക് പുതിയ സൈക്കിൾ എടുക്കാൻ ചില എവിടെയുള്ള പോവും എവിടെയുള്ള സൈക്കിൾ അങ്ങനെ നമ്മൾ ഡെക്കാത്തിനുള്ള വന്നാണ്. എന്തിനാ വെച്ചാൽ ഡെക്കാത്തിനുള്ള വന്നത് നമ്മൾ ഷഡ്ഡിയും ടീഷർട്ടും വേണ്ടെല്ലാം വാങ്ങാനാണ്. ഷാപ്പിക്ക് ഷഡ്ഡി വേണമെന്ന് പറയാൻ എനിക്ക് പ്രത്യേകത. ചില എങ്ങനെ സൈക്കിള് എക്കലുണ്ട് സൂപ്പർ. ഞങ്ങളങ്ങനെ ഹെൽമെറ്റ് കേട്ടോ, വണ്ടി ഉള്ളോട്ട് വരൂ. ഹെൽമെറ്റ് വാങ്ങി ഇതെടുത്തു. തലയിലല്ലടാ പൊട്ടാ, സീറ്റ് പോലെ ഇവനെ കൊണ്ടോ മറിച്ചു പോയി ഞാൻ പോകുന്നത്. ഹെൽമെറ്റ് ചോദിക്കുന്നുണ്ട് പരിപാടി. റൈഡർ ചാപ്പി ചാപ്പി റൈഡർ കള്ളട പൊട്ടാ. ഷാഫി. സോ ഇന്ന് സൈക്കിൾ എടുത്തിട്ട് പൂണ്ടിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആദിലിനും ഷാഫിക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അങ്ങനെ ഞാനും ചാപ്പിയു യാത്ര തുടങ്ങി. നമ്മൾ പറഞ്ഞ ബൈപ്പാസ് മേല് പോകുന്നു പറഞ്ഞാൽ ഞാനും ചാപ്പിയു പോയിരിക്കും. ഇൻഷാ അല്ലാ എല്ലാവരും ദുആയിരിക്കുക. ചാപ്പി പറഞ്ഞേ പോകുന്നത് പോവുതാ. എസ്കോട്ട് ഒരു ഇന്നോവ വെഹിക്കിൾ വരുന്നുണ്ട്. അങ്ങനെ അവരോട് അങ്ങനെ ബാലുശ്ശേരി എത്തി. ബാലുശ്ശേരിന്ന് എല്ലാവരും പോവാന്ന് ഹാപ്പി ഹാപ്പിയല്ലേ. വലുപ്പം കൊണ്ടു പോവും. ബാലുശ്ശേരി വരെ ടീമെല്ലാം വന്ന് കുറച്ച് ടീം പോയി. ഇനി അടുത്ത സ്റ്റോപ്പ് പൂനൂര്. പൂനൂര് കഴിഞ്ഞിട്ട് മുക്കം കഴിഞ്ഞിട്ട് മഞ്ചേരി. ബസ് സ്റ്റോപ്പിൽ ഫസ്റ്റത്തെ റെസ്റ്റ്. എത്ര കാലമായില്ലേ ഓടുകയും ചാടുകയും ചെയ്യാത്ത. അപ്പോൾ അതിൻ്റെ കിടപ്പുണ്ട്. വെള്ളം തീർന്നു. അപ്പം നായരയിൽ കയറിയിട്ട് വെള്ളം ഫില്ലപ്പ് ചെയ്ത് ചപ്പി ടയർഡായിക്കോ. ഇപ്പം ഞങ്ങൾ 30 കിലോമീറ്റർ കവർ ചെയ്ത്. ഫസ്റ്റ് ഫുഡായ ലൈറ്റിൻ്റെ ചാർജ് തീർന്നു. ഇപ്പം എന്താക്കുക, കുറച്ച് ലൈറ്റ് വരുന്നവരെ റെസ്റ്റ് എടുക്കാൻ വെച്ച്. ലൈറ്റ് ഇല്ലാണ്ട് ഇത് മുക്ക റോഡായതുകൊണ്ട് നല്ല വണ്ടി വരുന്നുണ്ട്, എംസാൻ്റെ ഒക്കെ. അപ്പം ഒന്നേ പറയാനുള്ളൂ, കുണ്ടി ഒന്ന് വാടക എടുക്കണം. പൂണ്ടി പോകുന്ന നേരത്തെ വാടക ഉണ്ടെങ്കിൽ അതൊക്കെ നന്നാകാം. അങ്ങനെ നമ്മളെ ചാപ്പയും മയക്കത്തിലാണ്. രാവിലെ നമ്മളങ്ങനെ മുക്കം കഴിഞ്ഞ് മുക്കത്ത് 1 മണിക്കൂർ റെസ്റ്റ് എടുത്ത് കുറച്ച് ഉറങ്ങി. ഇപ്പം അടുത്ത സ്റ്റോപ്പ് അരീക്കോട്. ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, ചന്തി നല്ല വേദന. ചന്തി പോയിക്ക്. ഇപ്പോൾ ടോട്ടല് എത്ര കിലോമീറ്റർ ആപ്പി? 50. എത്ര കിലോമീറ്റർ ഓടിച്ചു പോണിപ്പോൾ? 50 കിലോമീറ്റർ ഓടിച്ചു. മെല്ലെയാണ് കയറ്റമൊക്കെ തള്ളി തന്നെ കയറുന്നത്. വെറുതെ ഫുൾ എനർജി പോകുന്നില്ല.
അരീക്കോട് എത്തിയിട്ട് കാണാം. വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് പോയി, ബ്രേക്ക് റെഡിയാക്കാൻ കയറിയാണ്. അടിപൊളി വെയിലാണ്, സൂപ്പർ വെയിൽ. ഒരു 10 വെള്ളം കുടിച്ച് ഒരു എത്ര വേണേൽ കുടിച്ചു വേണം, പൈസ വേണ്ട, ഞങ്ങൾ പൈസ കൊടുക്കും. ചത്ത് ചത്ത് പാലക്കാടെത്താൻ ഇനി കുറച്ച് സമയമുള്ളൂ. ആരും ഇങ്ങനെ വെല്ലുവിളിയൊന്നും ഏറ്റെടുത്ത് എവിടെയും പോകണ്ട, ബൈക്കിലെങ്ങാൻ പോടും. ഉച്ചക്കത്തെ ചോറ്, ഞാൻ കഞ്ഞി, ചാപ്പ് നെയ്ച്ചോറ്. ചോറ് ഇന്നലെ രാത്രി തുടങ്ങി ചവിട്ടാ, ഒറ്റ സ്ട്രെച്ച് എബോ 100 ആയി ഇതിപ്പോൾ കിലോമീറ്റർ. ഇനിയും പോവും, ഇന്ന് തളരുന്നവരെ പോകാനാണ് പ്ലാൻ. കാരണം ഇന്ന് നമ്മളെ ഒരു പവർ ഉണ്ടാവില്ല, ഇന്ന് ഇറങ്ങിയോണ്ട് തീരുന്നവരേ പോവാം. 150 200 ആയാലും കുഴപ്പമില്ല, എപ്പാന്നോ തീരുന്ന അപ്പം നിർത്തി അവിടെ റൂമോ ടെൻറ്റോ അടിക്കും. ഇതുവരെ അങ്ങനെ പാലക്കാടെത്താനായി ഒരു 6 കിലോമീറ്റർ കൂടി. അപ്പം ബാക്ക് പെയിൻ വന്നുകൊണ്ട് റോഡ് സൈഡിൽ ഫുട്പാത്തിൽ ഇരിക്കുക. ഒരു 20 കിലോയുടെ ലഗേജ് ഉണ്ട്, ഞാനാ കുടുങ്ങി. കിടക്കുന്നുണ്ടോ? ഇതാ കിടക്കന്മാരുടെ കോലായിൽ അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ പാലക്കാട് ടൗണിലെത്തി. ഒറ്റ സ്ട്രെച്ചിൽ 158 കിലോമീറ്റർ നമ്മൾ ഓടിച്ച്. ഹലോ ഗൈസ്, ഡേ 2ലേക്ക് സ്വാഗതം. കറക്റ്റ് ഉറങ്ങാത്തത് 3 ദിവസമായി. നമ്മളെ സമയം വളരെ കുറവാണ്. 3 ദിവസം കൊണ്ട് എത്താൻ ഇവിടെ നിന്നൊക്കെ നമുക്ക് എത്താൻ പറ്റും, പക്ഷേ ഒരു ചുരം വരാണ്ട് നമുക്ക് ഒരു ദിവസം കറക്റ്റ് പോകണം. അപ്പോൾ എന്താണ്, നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫാസ്റ്റ് ആക്കിയാൽ നമുക്ക് അവിടെ ഒരു ദിവസം കൊണ്ട് എത്താനാവും. അപ്പോൾ എന്താക്കുക, അങ്ങനെ നമ്മൾ ചേച്ചീൻ്റെ അടുത്ത് നിർത്തി. അപ്പം എങ്ങനെയുണ്ട് കരിക്ക്? അടിപൊളി. ചേച്ചിയെ നമ്മൾ കരിക്ക് വെട്ടി തന്നു. ചേച്ചി ഹായ് പറയും, ചേച്ചീൻ്റെ ചിരിക്ക് കൂട്ടാ. ഹായ് പറയും, ഹായ്. അപ്പം അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഇനിയുണ്ട്, ഇനി എത്ര ഹാപ്പി കിലോമീറ്റർ? ഇനി ഒരു 94 കിലോമീറ്റർ ഉള്ളൂ. ഇന്നത്തെ ഉച്ച ഭക്ഷണം എന്നാ ദോശ ചട്നി. ചിലവാണ് 3 ദിവസമൊക്കെ കുറവല്ലേ, കുറച്ച് കൂട്ടി സമയം കൊടുക്കുന്നത്. നമ്മളെന്താക്കി
2 ദിവസം ഉറങ്ങിയില്ല. ഉറങ്ങാണ്ട് എന്താക്കി ചവിട്ടിയതാ. ഇപ്പം ഇയാൾക്കുള്ളത് വെറും 110 കിലോമീറ്റർ. അതുമില്ല 90 കിലോമീറ്റർ. 90 കിലോമീറ്റർ മാത്രം. റിസ്ക് വരുന്നത് വെച്ചാൽ ഒരു 50 കിലോമീറ്റർ മാത്രം ചുരമുണ്ട്. അത് ഞങ്ങൾക്ക് വിഷയമല്ല. ഈ 250 കിലോമീറ്റർ ചവിട്ടാൻ പറ്റി ഞങ്ങൾക്ക് 50 കിലോമീറ്റർ കുത്തരിയാണോ? അല്ല. നമുക്ക് ഇവിടുന്ന് നമ്മൾ കുളിച്ച് ഫ്രഷായ ചേച്ചീൻ്റെയാണ്. ഇത് നമ്മളെ ദോസ്തുകളാണ്. ഇപ്പോൾ പുതിയ ദോസ്തുകളാണ്. അറുപത് കിലോമീറ്റർ കുത്തനുള്ള ചുരം. അതാ ഞാനിപ്പോൾ 250 കിലോമീറ്റർ ഓടിച്ച്. പക്ഷേ അന്നേരമൊന്നും ഇല്ലാത്ത സംഭവം 50 കിലോമീറ്റർ ഫുള്ളായിട്ട് ചുരം. അങ്ങോട്ട് ചാപ്പിയ ഫുള്ള് ചുരം. പക്ഷെ ഇത് നടക്കുന്നില്ല. കുറേ ചാപ്പി പറഞ്ഞ തന്നെ അടുത്ത് നമ്മളെത്ര കയറിക്കണ 10 കയറിയില്ലേ? ഞാൻ 40 ഓടിയോ. ഏതാ ചോരോ എത്ര നേരമായി കയറുന്നു. ചാപ്പി ഇപ്പം പോയി നോക്കൂ. ചാപ്പിയ ആരെയും വരിക രക്ഷിക്കുക. പറയാനുള്ളൂ. മണിക്കൂർ 10 ഒരു ചുരത്തിന് മുകളിൽ 250 കിലോമീറ്റർ ഞങ്ങൾ പെട്ടെന്ന് ഓടിച്ച് തീർത്തിനു. ഓ 50 കിലോമീറ്റർ ചുരം മാത്രം. അറിയില്ല. മണിക്കൂർ 2 വണ്ടി ഫ്രീ വീൽ നിന്ന് റെഡിയായി. ഫോൺ ഓഫായി, നെറ്റില്ല. നീണ്ട 3 മണിക്കൂറത്തെ പ്രശ്നത്തിന് ശേഷം എല്ലാം റെഡിയായി. ലാപ്പിയ തലൊന്ന് റെഡിയായി. ഇപ്പോൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു ഇറക്കം. ഈ ഇറക്കം അപ്പം നിൽക്കുക. അപ്പം ഞങ്ങൾ നിൽക്കും. ആ പൊട്ടൻ ചാപ്പിക്ക് മേപ്പ് നോക്കാൻ മടിയായിട്ട് ഒരു ഇറക്കം കണ്ടരോ ഇതാന്ന് പറഞ്ഞ് 7 കിലോമീറ്റർ താഴോട്ട് ഇറങ്ങി. പിന്നെ പറയുന്നതെല്ലാം അപ്പം ആ 7 കിലോമീറ്റർ മുകളിലോട്ട് കയറ്റുക. ഒന്നാമതേ ചുരം മൊത്തം ചവിട്ടി കയറ്റിയിട്ട് ഇടങ്ങാറായി നിൽക്കുക. ഇതൊന്നും അറിയാത്ത പോലെ വരും നോക്ക്. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നലെ ഇവിടെ നമ്മൾ റൂം എടുത്തത്. റൂം എടുക്കലും കഴിഞ്ഞിട്ട് ഫോണും കൂടി ഒന്നും നോക്കിയില്ല. കിടന്ന പടന്നെ എന്തായി ഉറക്കം വന്ന് കിടന്ന്. ഡബിൾ റൂമാണ്. ഒരു 2000 പറഞ്ഞ് നമ്മൾ 500 പറഞ്ഞു. നമ്മൾ സൈക്കിളായിട്ട് ഒരു 500 തന്നു. അതൊന്ന് വ്യൂ പുറത്തുള്ള നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹുഡീസ് ഒന്നും എടുത്തിക്കില്ല. സപ്പി എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? എവിടെയല്ല വേദന ഉള്ളത്? വേദന ഇല്ലാത്തൊരു സ്ഥലമില്ലെന്നാണ്. അങ്ങനെ 5 മണിക്കൂറത്തെ 5 മണിക്കൂർ 5-6 മണിക്കൂറത്തെ ട്രക്കിങ്ങിന് ശേഷം നമ്മളിവിടെ എത്തിയല്ലോ. ആ കാലൊന്നുമില്ല, കാലൊക്കെ കഴിഞ്ഞിട്ട് മന്നൂരെത്തി. ഇപ്പം അതുപോലെ തിരിച്ച് പോകണമെങ്കിൽ തന്നെ ഇതാ കോയമ്പത്തൂരേക്ക് കിലോമീറ്ററൊക്കെ 202 കിലോമീറ്റർ. അല്ലോ, എന്താണ് ഈ നിമിഷത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? ഇപ്പൊ റോഡ് പോക്ക് കിടക്കും. 10,000 റുപ്യ ബെറ്റ് വെച്ച കിട്ടുന്നതിൽ 25,000 ഹോസ്പിറ്റലിൽ മിനിമം ആണ്ടി. പൂണ്ടിക്കിന് ഒരു 3-4 കിലോമീറ്റർ ആണല്ലോ. അല്ലോ, കുത്തനുള്ള കയറ്റം. ചാപ്പി എങ്ങനെയുണ്ട് കയറ്റം? ഇപ്പോൾ ഈ ഓടി 390 കിലോമീറ്റർ ഞാൻ ഓടി. അതാണ് ഒന്നുകൂടി ഇവിടെ വലിയ പ്രശ്നമില്ല.
കയറ്റം വരുന്നതാണ്, അടിയിലാണ്. കയറ്റല്ലേ ഒരു പ്രശ്നമില്ല. ഈ പുര എത്ര ഓർമ്മയുണ്ട്? പൊളിച്ച് പുതിയതാക്കി. കഴിഞ്ഞ പ്രാവശ്യം പൂണ്ടിയിൽ വന്നപ്പോൾ ഷാഫിയ നമ്മളെ നിന്ന പോരാ ആ ആ പൊളിച്ച് മാറ്റി വേറെ ഉണ്ടാക്കാൻ തോന്നും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു? എന്ത് ആദ്യം ഷാഫിയും നടുവന്ന് തിരിച്ചങ്ങ് പോവും. ഓർക്ക് നടക്കൂല. എന്തായി? ഓര് തിരിച്ചങ്ങ് നടക്കൂല എന്ന് പറഞ്ഞു. ഇതാണോ നിങ്ങൾ പറഞ്ഞ പൂണ്ടി? ഇതല്ലേ നിങ്ങൾ പറഞ്ഞ ബോർഡ്? ഇനി അതിന്റെ അപ്പുറം ബോർഡ് ഉണ്ടോ? വേറെ ബോർഡ് ഉണ്ടോ? വേറെ ബോർഡ് ഉണ്ടെങ്കിൽ ആടെയാൻ പോകും. അപ്പൊ എന്താക്കുക, പറഞ്ഞ പൈസ അക്കൗണ്ട് കയറുക. നമ്പർ താഴെ തന്നെ കൊടുക്കും. രണ്ട് സൈക്കിൾ സേഫ് ആയിട്ട്. അങ്ങനെ നമ്മള് പൂണ്ടി എത്തി. തിരിച്ചിന് 1 കിലോമീറ്റർ നടക്കാനാവില്ല, ഓടിക്കാനാവില്ല. നല്ല പനി, തളർന്നു പോയി. ഞാനും കൂട്ടാൻ വരണം. നമ്മളെ രക്ഷിക്കാനായി പേരാമ്പ്രയിൽ നിന്നും 2 യുവാക്കൾ 400 കിലോമീറ്റർ രണ്ടാളൂടി ഒറ്റക്കില്ല വണ്ടിയിൽ. 7 മണിക്കൂർ വണ്ടിയിൽ. ഇത്ര സ്നേഹം ആരൊക്കെ ഉണ്ടാ നോക്കണം. നമ്മളെത്തും. രാത്രി വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മള് കൂട്ടാൻ വന്ന ശേൽ പേരാമ്പ്ര. അതിവേ കൊണ്ടോക്ക്. അതിപ്പേരാമ്പ്ര സൈക്കിൾ നമ്മൾ ബേക്ക് കയറ്റി രാത്രി കയറിയിരുന്നു. ഞാൻ ഉറങ്ങാനും പനിയായിരുന്നില്ല. ഇപ്പൊ ഞങ്ങൾ കോഴിക്കോട് എത്താനായി. ഞങ്ങളെല്ലാമായ സൈക്കിൾ ഇപ്പോൾ ഞങ്ങളിവിടെ നിക്ഷേപിക്കും. അതന്നെ, അങ്ങനെ തന്നെ. ഷാപ്പി മക്കിന്ത് ഇടയിൽ ഹോട്ടലിൽ നിന്ന് പൊറാട്ടയും ബീഫും വാങ്ങി തരുന്നു വന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞേ, ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളും ഞങ്ങളോട് ചോദിച്ചില്ല നിങ്ങളെങ്ങനെയാ വരുന്നത്. ലെഫ്റ്റ് ഞങ്ങളെ കൂട്ടത്തിൽ ഒരാളും ചോദിച്ചില്ല നിങ്ങളെങ്ങനെയാ വരുന്നത് അല്ലേ അപ്പിയ? ആകെ ചോദിച്ചത് ആദിലും മുഹമ്മദും അല്ലേ, കുട്ടപ്പനും. വേറെ കുറെ ആൾക്കാരുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്ക് എല്ലാം മനസ്സിലായി എന്ത് ഒരു പ്രശ്നം വന്ന് നമ്മളോട് ആരെല്ലാം ഉണ്ടാകാന്ന്. ഒറ്റ കോളില് വന്ന് നട്ടുച്ചക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് അതിപ്പം കൊണ്ടോക്ക്. ഒരു ഹായ് പറയ് ഒരു ഹായ് പറ. ഷേല് കമ്മിറ്റഡ് അല്ല. അങ്ങനെ നമ്മളെ സൈക്കിൾ എടുത്ത് സൈക്കിൾ വിറ്റ് ചാപ്പിയ കിട്ടിയ 10,000 റുപ്യ, ചെലവായത് 30,000 റുപ്യ. സൈക്കിളിലൂടെ തന്നെ വിറ്റക്ക് ബൈസിക്കിൾ ജംഗ്ഷൻ കോഴിക്കോട്. നീ വാ പോവാ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമുക്ക് നമ്മുടെ ഉമ്മാനെ പാപ്പന ഫുൾ സാധനം സെറ്റാണ്. ഏ മമ്മേ അസ്സലാമലൈക്കും. ഇവിടെ നോക്കേ മോനെത്തി. മമ്മി അതിനെത്തിയേ ഇവിടെ